പരീക്ഷയിൽ A+ വാങ്ങണം, 95% മാർക്ക് വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്ന് മാത്രമല്ല ഓരോ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിങ്ങനെ വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കും. പക്ഷേ ഒരിക്കലും അത് നടക്കാറില്ല. ഈ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ അതിൻ്റെ പരിഹാരം ഇരിപ്പുണ്ട്. അപ്പോൾ അതിനു മുൻപ് നമുക്ക് 2 കുട്ടികളുടെ കഥ നോക്കാം. ഇതാണ് കുട്ടി A. ഇവൻ എല്ലാ വർഷവും തീരുമാനിക്കുക 2 കാര്യങ്ങളാണ്. ഒന്ന്, 90% ഈ വർഷം പരീക്ഷയിൽ വാങ്ങണം, അല്ലെ A+ വാങ്ങണം. മാത്രമല്ല അതിൻ്റെ കാരണം എന്താണ്? നല്ല മാർക്ക് കിട്ടണം എന്ന് മാത്രമല്ല, അവൻ്റെ പേരൻസിനെ പ്രൗഡാക്കണം. ഈ 2 ഗോളാണ് അവൻ തീരുമാനിച്ചത്. രണ്ടാമതൊരു പയ്യനുണ്ട്, അവനെ ബോയ് B എന്ന് വിളിക്കാം. അവൻ്റെ ഗോൾസ് വെക്കുക വേറെ രീതിയിലാണ്. 90% A+ ഒന്നും അവൻ കുറേ ചിന്തിക്കുന്നില്ല. നേരെ മറിച്ച് എല്ലാ ദിവസവും 1.5 മണിക്കൂർ പഠിക്കണം. ഇതാണ് അവൻ്റെ ഗോൾ. മാത്രമല്ല പേരൻസിനെ പ്രൗഡാക്കാൻ വേണ്ടിയിട്ട് അവൻ ഗോളൊന്നും വെച്ചിട്ടൊന്നുമില്ല. അങ്ങനത്തെ ചിന്തയൊന്നും അവനില്ല. പക്ഷേ പേരൻസിൻ്റെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കണം, എല്ലാ ദിവസവും കുറച്ച് ഒരു 10-15 മിനിറ്റ് അവരോട് സംസാരിക്കണം എന്നുള്ളൊരു ഗോൾ അവൻ്റെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറ, 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ പറ. ആരായിരിക്കും കൂടുതൽ ഹാപ്പി ആയിരിക്കുക ഒരു വർഷം കഴിയുമ്പോൾ? A ആണോ B ആണോ? ആരായിരിക്കും കൂടുതൽ സക്സസ്ഫുൾ ആകുക? ഈ 90% A+ ആ രീതിയിലുള്ള സക്സസ് ആർക്കായിരിക്കും കൂടുതൽ കിട്ടുക? 2ൻ്റെ ആൻസർ ഇവനാണ്. 2ൻ്റെ ആൻസർ ഇവനാണ്. ഇത് റിയൽ ലൈഫിൽ നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്താണ്? പ്രശ്നം നമ്മളിൽ ഒരു 90% ആൾക്കാർ, ഞാനടക്കം, ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെയാണ്. എന്താണ് സാർ ഇതിലെ വ്യത്യാസം? ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ജീവിതത്തിലും പഠനത്തിലും ഒക്കെ നമുക്ക് 2 ടൈപ്പ് ഗോൾസ് വെക്കാൻ പറ്റും. ഫസ്റ്റ് ടൈപ്പ് ഗോളാണ് ഔട്ട്കം ബേസ്ഡ് ഗോൾസ്. ഫോർ എക്സാമ്പിൾ, സ്കോർ 90% മാർക്ക് ഒരു ഔട്ട്കം ബേസ്ഡ് ഗോളാണ്, അല്ലേ? നിങ്ങൾ ഒരു വർഷം മുഴുവൻ പഠിച്ചിട്ട് അവസാനമാണ് ഈ 90% മാർക്ക് കിട്ടുക. അതൊരു ഔട്ട്കമാണ്. അതിനെയാണ് നമ്മൾ ഗോളാക്കി വെച്ചിരിക്കുന്നത്. വിൻ ഫസ്റ്റ് പ്രൈസ് ഇൻ സിംഗിങ് കോമ്പറ്റീഷൻ ഒരു ഔട്ട്കം ബേസ്ഡ് ഗോളാണ്. അവസാനമാണ് കോമ്പറ്റീഷൻ നടക്കുക, അവസാനമാണ് പരീക്ഷ, ആ പ്രൈസ് തീരുമാനിക്കുക. അപ്പം ആ ഔട്ട്കമിനെയാണ് നിങ്ങൾ ഗോളാക്കി വെച്ചിരിക്കുന്നത്. ഗെറ്റ് റാങ്ക് ഇൻ നീറ്റ്, ഔട്ട്കം ബേസ്ഡ് ഗോൾ. ഗെറ്റ് ബോയ് ഫ്രണ്ട് ഓർ ഗേൾ ഫ്രണ്ട്, ഇതൊക്കെ ഔട്ട്കം ബേസ്ഡ് ഗോളാണ്. ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ട്? ഇതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇത് ഔട്ട്കം ബേസ്ഡ് ഗോളാണ്. ഇതിനേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു സാധനമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്താൽ വേറെ ലെവൽ മാറ്റമായിരിക്കും ഉണ്ടാകും. അതിൻ്റെ പേരാണ് പ്രോസസ് ബേസ്ഡ് ഗോൾസ്. പ്രോസസ് ബേസ്ഡ് ഗോൾസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഔട്ട്കം ബേസ്ഡ് ആണ് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പറയും നിങ്ങൾക്ക് 90% മാർക്ക് വേണം. പ്രോസസ് ബേസ്ഡ് ആണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 90% മാർക്കിന് പറ്റി ഒന്നും കുറേ ചിന്തിക്കില്ല. ഓക്കെ, വേണം, പക്ഷെ അതിനെപ്പറ്റിയല്ല നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങൾ ചിന്തിക്കുക സ്റ്റഡി ഡെയിലി 1 hour. അത് പ്രോസസ് ബേസ്ഡ് ഗോളാണ്. കാരണം എന്താണ്? നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ട പ്രോസസ്സാണത്. അതിനെയാണ് നിങ്ങൾ ഗോളാക്കിയിരിക്കുന്നത്. 90% എന്ന് പറഞ്ഞാൽ ഔട്ട്കത്തിന് നിങ്ങൾ ഗോളാക്കിയില്ല, എല്ലാ ദിവസം 1 hour പഠിക്കും. രണ്ടാമത്, സിംഗിങ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുക അല്ല, പ്രാക്ടീസ് സിംഗിങ് എവറി ഡേ ഫോർ 80 minutes. പ്രോസസ് ബേസ്ഡ് ഗോളാണ്. നീറ്റിൽ റാങ്ക് വാങ്ങുക അല്ല, കംപ്ലീറ്റ് 50 questions ഫ്രം ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്റർ. ഈ വീക്കിൽ 50 ചോദ്യം ഞാൻ ചെയ്യും, നീറ്റിന് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ. ലാസ്റ്റ് ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ കിട്ടുകയല്ല, ഡെവലപ്പ് ലൈക്കബിൾ ക്വാളിറ്റീസ്. അതായത് ഒരു പൊട്ടൻഷ്യൽ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ അല്ല, ആരും ഫ്രണ്ടും ബോയ് ഫ്രണ്ടും വിടുക. ജനറലി മനുഷ്യന്മാർക്ക് ഇഷ്ടമാവുന്ന എന്തെങ്കിലും ക്വാളിറ്റീസ് എൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് നോക്കി അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള നോക്കുക. ഇതിനെയാണ് നമ്മൾ പ്രോസസ് ബേസ്ഡ് ഗോൾസ് എന്ന് വിളിക്കുക. ഇനി ലൈഫിൽ നിങ്ങൾക്ക് ആക്ച്വലി സക്സസ്ഫുൾ ആവണമെങ്കിൽ, സക്സസ്ഫുൾ മാത്രമല്ല ഹാപ്പിനെസ്സും വേണ്ടേ, അതും കൂടി വേണമെങ്കിൽ നിങ്ങൾ ഇന്നത്തോടെ ഈ പണി നിർത്തിക്കോ. അതൊരിക്കലും നിങ്ങൾ അവിടെ എത്തിക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഈ ഒരു പണി നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് ആക്ച്വലി സക്സസ്ഫുൾ ആവാനും പറ്റും, ഹാപ്പി ആവാനും പറ്റും. സർ, എന്തുകൊണ്ടാണ്? വാട്ട് ഈസ് ദ റീസൺ? 4 റീസൺസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് റീസൺ എന്തിനും നിങ്ങൾ പ്രോസസ് ബേസ്ഡ് ഗോൾസ് യൂസ് ചെയ്യണം. ഫസ്റ്റ്, 100% നിങ്ങളുടെ കൺട്രോളുള്ള കാര്യങ്ങളാണ്. ആലോചിച്ച് നോക്കി. ഇതിൽ 100% നിങ്ങളുടെ കയ്യിലുള്ള കാര്യമാണോ? 90% മാർക്ക് കിട്ടുക നിങ്ങളുടെ കയ്യിലുള്ള കാര്യമാണോ? അല്ല. 100% നിങ്ങളുടെ കൺട്രോളുള്ള കാര്യമാണോ? അല്ല. നിങ്ങൾ എത്ര നന്നായി പഠിച്ചാലും നിങ്ങൾക്ക് ചിലപ്പോൾ 90% കിട്ടില്ല, നിങ്ങൾ അൺഹാപ്പി ആവും. ആണോ? അല്ല. നിങ്ങൾ എത്ര പ്രാക്ടീസ് ചെയ്താലും, നിങ്ങൾ എത്ര വലിയ പാട്ടുകാരനാണെങ്കിലും ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് നിങ്ങളുടെ കൺട്രോളുള്ള കാര്യമാണോ? അല്ല. കാരണം നിങ്ങളെക്കാളും ബെറ്റർ ആയ ഒരു പാട്ടുകാരനോ ഒരു പാട്ടുകാരിയും ഉണ്ടാവാം, നമുക്ക് പറയാൻ പറ്റില്ല. അവരെ നമുക്ക് മോശമാക്കാൻ പറ്റുമോ? ഇല്ല. സെയിം കാര്യം, 100% നിങ്ങളുടെ കൺട്രോളല്ല. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും എത്ര സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കിയാലും റാങ്ക് കിട്ടുക എന്നുള്ള കാര്യം നിങ്ങളുടെ കൺട്രോളിലല്ല. അറ്റ്ലീസ്റ്റ് 100% നിങ്ങളുടെ കൺട്രോളിലല്ല. ഇതും
സെയിം കാര്യം. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യവും 100% നിങ്ങളുടെ കൺട്രോളിലാണ്. ഇന്ന് 1 മണിക്കൂർ പഠിക്കണം തീരുമാനിക്കുന്നത് വേറെ ആരുമല്ല, ഞാനാണ്. എൻ്റെ 100% കൺട്രോളുള്ള കാര്യമാണ്. ഇന്ന് 20 മിനിറ്റ് പാട്ട് പഠിക്കണം എന്നുള്ള കാര്യം എൻ്റെ 100% കൺട്രോളുള്ള കാര്യമാണ്. അത് പഠിച്ചിട്ട് ജയിക്കുമോ അല്ല ഫസ്റ്റ് ഫുഡ് സെക്കൻഡ് ഫുഡ് അതെൻ്റെ കൺട്രോളുള്ള കാര്യമല്ല. പക്ഷെ 100% കൺട്രോളുള്ള കാര്യമാണത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്. ഇതും ചെയ്യാൻ പറ്റും, ഇതും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ 100% നിങ്ങളുടെ കൺട്രോളുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കത് നിങ്ങൾ തീരുമാനിക്കും. മനസ്സിലാവുന്നുണ്ടോ? മറ്റേത് നിങ്ങൾ തീരുമാനിക്കുന്നതല്ല. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. രണ്ടാമത്തെ കാര്യം, ഇതിലെ പ്രോഗ്രസ് വളരെ വിസിബിൾ ആയിരിക്കും. നിങ്ങൾ ആലോചിച്ചു, ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനത്തെ ഗോളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് പ്രോഗ്രസ് എങ്ങനെ നിങ്ങൾ മെഷർ ചെയ്യുക? നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ടോ എന്ന് എങ്ങനെ മെഷർ ചെയ്യും? ഇല്ല, നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു യൂണിറ്റ് ടെസ്റ്റ് വന്നു, അതിൽ കുറച്ച് മാർക്ക് പറഞ്ഞാൽ തന്നെ നിങ്ങൾ തന്നെ ഡീമോട്ടിവേറ്റഡ് ആവും. കാരണം നിങ്ങൾക്ക് 90% ആണ് കിട്ടുന്നത്, നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റിൽ 60% മാർക്ക് വാങ്ങിച്ചുള്ളൂ. അപ്പോൾ പിന്നെ അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള നിങ്ങളുടെ കഥ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കും. പിന്നെ ആ മോട്ടിവേഷനൊക്കെ പോയിക്കോളും. അതാണ് മിക്ക സമയത്ത് ഒരു സ്റ്റാർട്ടിങ് ഇയറിൽ നമ്മൾ A+ വാങ്ങണം 90% വെക്കും, പക്ഷേ 2-3 പരീക്ഷ കഴിയുമ്പോഴത്തേക്ക് നമ്മളത് മറക്കും. കാരണം ആ പ്രോഗ്രസ് നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളുടെ ലൈഫിൽ. സെയിം ഫോർ ഓൾ ദീസ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പ്രോഗ്രസ് കാണാൻ പറ്റും. ഇന്ന് 1 മണിക്കൂർ പഠിച്ച് അടുത്ത ദിവസം 1 മണിക്കൂർ പഠിച്ച് അങ്ങനെ ഒരാഴ്ച അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയി 1 മണിക്കൂർ പഠിച്ചാൽ നിങ്ങൾക്ക് ആ പ്രോഗ്രസ് കാണാൻ പറ്റും. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളത് സൂപ്പർ ആവുന്നുണ്ട്, മാർക്കൊക്കെ അവിടെ നിന്ന് കിട്ടും. പക്ഷെ നിങ്ങൾ അടിപൊളി ആവുന്നുണ്ടോ? കഴിഞ്ഞ വർഷം ഞാൻ എല്ലാ ദിവസവും 20 മിനിറ്റ് പോലും പഠിച്ചിട്ടില്ല, ഈ വർഷം ഞാൻ എല്ലാ ദിവസവും 1 മണിക്കൂർ പഠിച്ചു. പ്രോഗ്രസ് കണ്ടു. ആ പ്രോഗ്രസ് കാണുന്നതായിരിക്കും മോട്ടിവേഷൻ. പലരും വിചാരിക്കുക മോട്ടിവേഷൻ കിട്ടിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ആക്ച്വലി നേരെ തിരിച്ചാണ്. സയന്റിഫിക് തിയറി പറയുന്നത് നേരെ തിരിച്ചാണ്. ആദ്യം നിങ്ങൾ കാര്യം ചെയ്യുക, എന്നിട്ടാണ് നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടുക. ആ കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. അതാണ് നമുക്ക് മോട്ടിവേഷൻ വീണ്ടും വീണ്ടും തരിക. ഇതിലത് നടക്കും. നേരെ മറിച്ച് നിങ്ങൾ 30 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഒരു ദിവസം പഠിച്ചില്ലെങ്കിൽ അത് ഡീമോട്ടിവേഷൻ ആവുകയും ചെയ്യും. ആവുകയും വേണം. കാരണം എന്താണ്? നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്തില്ല. 100% നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ വീണ്ടും കൺട്രോളിലേക്ക് ആവണം. അപ്പോൾ പ്രോഗ്രസ് വളരെ ക്ലിയർ ആണ്. അതാണ് ഫസ്റ്റ് വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം. മൂന്നാമത്തെ കാര്യം ഒരു ഹാബിറ്റ് ബിൽഡിംഗ് ആയിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രോസസ് ബേസ്ഡ് കോഴ്സ് ആണെങ്കിൽ നിങ്ങളത് കൃത്യമായി ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാബിറ്റിൻ്റെ ഭാഗമാവും. ബ്രഷ് പല്ല് തേക്കുന്ന പോലെ അത് ഹാബിറ്റ് ആണെങ്കിൽ ഹാബിറ്റ് ആകണം. എല്ലാ ദിവസവും കുളിക്കുന്ന പോലെ ഭക്ഷണം അങ്ങനെ ഒരു ഹാബിറ്റ് ആയതുകൊണ്ട് മാറിക്കൂടും. അപ്പം പിന്നീട് വരുമ്പോൾ ആദ്യത്തെ 1-2 ആഴ്ചയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ 1 മണിക്കൂർ പഠിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ മെല്ലെ എന്താണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിരിക്കും. കുറച്ചുകൂടി ഈസി ആയി മാറും. മറ്റേ ആ ഔട്ട്കം ബേസിൽ ഒന്നും ഹാബിറ്റ് ഉണ്ടാക്കാനില്ല. എന്ത് ഹാബിറ്റ് ഉണ്ടാക്കാനാണ്? 90% മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ഒന്നും അറിയില്ല. ലാസ്റ്റ് കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. ജീവിതത്തിൽ സക്സസ്സും മാർക്കും മാത്രമാണ് നിങ്ങൾ ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല. പക്ഷേ ഈ കാര്യങ്ങളാണ് നിങ്ങൾ ചേസ് ചെയ്യുന്നതെങ്കിൽ യു വിൽ ബി ഹാപ്പി. കാരണം നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ കൺട്രോളുള്ള 100% കൺട്രോളുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ ആൾക്കാർ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾ ചെയ്യുന്നത്. ഇനി നേരെ മറിച്ച് നിങ്ങൾ ഗോൾ വെക്കുന്നത് എന്താണ്? ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് 90%. അതൊന്നല്ല നിങ്ങൾ ഗോൾ വെക്കുന്നത്. നിങ്ങൾ ഗോൾ വെക്കുന്നത് 1 മണിക്കൂർ പഠിക്കണം. ആ 1 മണിക്കൂർ പഠിച്ചാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കുമോ? ആ 20 മിനിറ്റ് പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഹൗ യു ഡിഫൈൻ. നിങ്ങൾ എപ്പോഴും 90% മാർക്ക് കിട്ടണം, A+ കിട്ടണം, ഫസ്റ്റ് റാങ്ക് കിട്ടണം, ഫസ്റ്റ് പ്രൈസ് കിട്ടണം, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ സക്സസ്സുകളെയും ഗോളുകളെയും ഡിഫൈൻ ചെയ്യുന്നുള്ളൂവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ അവസാനം എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കില്ല എന്നായിരിക്കും മിക്ക സമയത്ത് ഉത്തരം. നേരെ മറിച്ച് ഇങ്ങനത്തെ ചെറിയ പ്രോസസ്സിലാണ് നിങ്ങൾ ഗോൾ വെക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. കാരണം നിങ്ങളുടെ 100% കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 1 മണിക്കൂർ പഠിക്കാൻ പറ്റുന്ന ആളാണ് നിങ്ങൾ, അത്രയല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. 2 മണിക്കൂർ പഠിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾ നോക്കണം, നിങ്ങൾ തീരുമാനിക്കണം. പറ്റുന്ന കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞില്ലേ, ബാക്കിയുള്ള നിങ്ങളുടെ കൺട്രോളാണോ? അല്ല. അപ്പോൾ യു വിൽ ബി മോർ ഹാപ്പി. ഇത് വെറുതെ ഫിലോസഫി പറയല്ല. പക്ഷേ ഈ ഒരു ഫിലോസഫി നിങ്ങളുടെ ലൈഫിൽ ആക്ച്വലി പ്രാക്ടീസ് ചെയ്താൽ ഭയങ്കര വ്യത്യാസമായിരിക്കുമോ? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ പറയാം, എന്നോട് ചോദിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഒരു കാര്യമാണ്. അതാണ് ഏറ്റവും വലിയ നേട്ടം നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടാൻ പോകുന്നത്. ഇനി നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത്, സാർ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ, ഞാൻ അങ്ങനത്തെ ആളല്ല, ഞാൻ ഇങ്ങനത്തെ ആളാണ്. അല്ല, നിങ്ങൾ അങ്ങനത്തെ ആളായതുകൊണ്ട് നിങ്ങളുടെ ചെറുപ്പം മുതലേ നിങ്ങളെല്ലാവരും ഇങ്ങനെ പഠിപ്പിച്ചതുകൊണ്ടാണ്. ഇങ്ങനെ ചിന്തിക്കും, A+ കിട്ടി, അത് കിട്ടി, ഇത് കിട്ടുന്ന ഫസ്റ്റ് പ്രൈസ് കിട്ടി, അത് നിങ്ങളുടെ തലയുടെ ഉള്ളിൽ നിങ്ങൾ കയറിപ്പോയി. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനത്തെ ആളായിപ്പോയത്. അത് മാറ്റാൻ ഇനിയും സമയമുണ്ട്. ഞാൻ അങ്ങനെ മാറ്റിയ ഒരാളാണ്. പക്ഷെ ഞാൻ മാറ്റിയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി പോയി. ഞാൻ കുറച്ച് മുതുക്കനായിട്ടാണ് മാറ്റാൻ വരുത്തിയത്. പക്ഷേ എനിക്ക് എന്ത് വ്യത്യാസം എനിക്ക് ഉണ്ടായെന്ന് അറിയാം. നിങ്ങൾ കുറച്ചും കൂടി നേരത്തെ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ മാറ്റുകയാണെങ്കിൽ
വേറെ ലെവൽ സമാധാനവും. ഇൻഫാക്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്, ഈ കാര്യങ്ങൾ ഗോളായി വെക്കുന്ന ആളായിരിക്കോ ഈ കാര്യങ്ങൾ ഗോളാക്കി വെക്കുന്ന ആളായിരിക്കോ കൂടുതൽ സക്സസ്ഫുൾ ആവാൻ ചാൻസ്? ഒരു സംശയമില്ല. 100% സമയവും ഇങ്ങനത്തെ കാര്യങ്ങൾ ഗോളാക്കി വെക്കുന്ന ആൾക്കായിരിക്കും കൂടുതൽ സക്സസ്, ആക്ച്വൽ ഫസ്റ്റ് പ്രൈസും ആക്ച്വൽ നീറ്റിലെ റാങ്കും ആക്ച്വൽ 90% കിട്ടാൻ ചാൻസ്. കാരണം ഇവിടെ വളരെ ഡിഫൈൻഡ് ആണ്, കൃത്യമാണ്. ആ ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് പ്രോസസ്സിന് വേണ്ടിയായിരിക്കണം. മാറ്റം വരുത്താൻ പറ്റും, നിങ്ങൾ വിചാരിക്കണം. പക്ഷെ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾ ഹാപ്പി ആയിരിക്കില്ല. ഓക്കെ, കാര്യം മനസ്സിലായി. പക്ഷേ ഇത് പ്രാക്ടിക്കൽ ആക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾ നേരിടും. സാർ ഇത് എങ്ങനെയാണ് നമ്മളിത് നമ്മുടെ ഇതിൽ മാറ്റുക? അപ്പോൾ ഒരു സിമ്പിൾ ഫ്രെയിം വർക്ക് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ പേരാണ് സ്മാർട്ട് ഫ്രെയിം വർക്ക്. കുറച്ച് ക്രിഞ്ചായിട്ടുള്ള പേരാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവൻറ്റ്, ടൈം ബൗണ്ട്. ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫോർ എക്സാമ്പിൾ, അടുത്ത ആഴ്ച നിങ്ങളുടെ മാത്സിൻ്റെ പരീക്ഷയാണ്. ഈ പറഞ്ഞ പ്രോസസ് ബേസ്ഡ് ഗോൾസിനാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ സ്മാർട്ട് എന്ന് പറഞ്ഞ ഫ്രെയിം വർക്ക് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് അതിനു വേണ്ടി പഠിക്കുക? വളരെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഗോൾ തീരുമാനിക്കണം. ഗോൾ എന്താണ്? അടുത്ത ആഴ്ച യൂണിറ്റ് ടെസ്റ്റിൽ 20 മാർക്കിൽ 18 മാർക്ക് വാങ്ങാനല്ല. അത് ആലോചിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല. ഇറ്റ് ഈസ് വേസ്റ്റ് ഓഫ് ടൈം. ഫസ്റ്റ് ഗോൾ എന്താണ്? സ്പെസിഫിക് ആയുള്ള ഗോൾ, മാത്സ് പഠിക്കണം. രണ്ടാമത് ഇറ്റ് ഷുഡ് ബി മെഷറബിൾ. നിങ്ങൾക്ക് തന്നെ മെഷർ ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പറയും നിങ്ങൾ 30 മിനിറ്റ് ഡെയിലി മാത്സ് പഠിക്കുന്നു. മെഷറബിൾ മാർക്കിൽ മെഷറബിൾ അല്ല, ഔട്ട്കം മെഷർ ചെയ്യാനല്ല, പ്രോസസ്സ് മെഷർ ചെയ്യാം. 30 മിനിറ്റ്. അത് ഓരോ ആൾക്കാർക്ക് ഓരോ പേരായിരിക്കും ഉണ്ടാവാം. പക്ഷെ ഒരു മെഷറബിൾ ആയിരിക്കണം, കൃത്യമായിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം. അതായത് നിങ്ങൾ എത്ര പഠിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് ആയിരിക്കണം വെക്കേണ്ടത്. ഭയങ്കര വലിയ ടാർഗറ്റ് വെക്കരുത്, ഞാൻ ഫുൾ മാത്സിൻ്റെ സിലബസ് തീർക്കും. ഇല്ല, നിങ്ങൾക്ക് പറ്റുന്ന കാര്യം ഒരാഴ്ച നിങ്ങൾക്ക് പറ്റുന്ന ഹാഫ് ചാപ്റ്റർ തീർക്കാം മതി. സോ അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിൽ ഫുൾ ചാപ്റ്റർ ആണ്. എടാ നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റിൽ ഫുൾ ചാപ്റ്റർ ആണെങ്കിലും 2 ചാപ്റ്ററാണ് 3 ചാപ്റ്റർ നിങ്ങൾക്ക് പറ്റുന്നല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഒരാഴ്ചയിൽ. അപ്പോൾ അത് വെക്കുക. മനസ്സിലായില്ലേ? റെലവെൻ്റ് ആയിരിക്കണം. നിങ്ങളുടെ ആക്ച്വൽ കാര്യ ആവശ്യങ്ങൾക്ക് റെലവെൻ്റ് ആയിരിക്കണം. യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി റെലവെൻ്റ് ആണ്. ലാസ്റ്റ് ടൈം ബൗണ്ട് ആയിരിക്കണം. ഒരു സമയം നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ പ്രോസസ് ബേസ്ഡ് കോഴ്സ് ആണ്, നിങ്ങൾ ഡെയിലി ടൈം തീരുമാനിക്കണം. പിന്നെ അതിന് ഡെഡ് ലൈൻ ഉള്ള സാധനമാണ്, ആ സമയം കൂടെ നിങ്ങൾ ഫിക്സ് ചെയ്യണം, ഒരു വീക്കിൽ. അപ്പോൾ നിങ്ങളുടെ ഗോൾ അങ്ങനെ ആയിരിക്കണം. യൂണിറ്റ് ടെസ്റ്റിന് എനിക്ക് മാത്സിന് നല്ല മാർക്ക് വാങ്ങണം ആയിരിക്കരുത്. കാരണം ഇറ്റ് ഇസ് നോട്ട് ഇൻ യുവർ കൺട്രോൾ. മാർക്ക് വാങ്ങുക എന്നുള്ള കാര്യം നിങ്ങളുടെ കൺട്രോളിൽ എങ്ങനെയാവുക? 100%. പരീക്ഷ ടഫായി വന്നാലോ? ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് അറിയാതെ ചോദ്യം വന്നാലോ? ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ കൺട്രോളുള്ള കാര്യം എന്താണ്? ദിസ് ഇസ് ഇൻ യുവർ കൺട്രോൾ. ഐ വിൽ ഫിനിഷ് ഹാഫ് ചാപ്റ്റർ ഓഫ് മാത്സ് ദിസ് വീക്ക്. എങ്ങനെ? ബൈ സ്റ്റഡി ഡെയിലി 30 മിനിറ്റ്സ്. ദിസ് ഇസ് എ പ്രോസസ് ബേസ്ഡ് ഗോൾ. ഇത് നിങ്ങളുടെ കൺട്രോളിലാണ് 100%. ഇത് വെച്ചിട്ട് മാർക്ക് കിട്ടുമെന്നുള്ള കാര്യം 100% നിങ്ങളുടെ കൺട്രോളിലല്ലെങ്കിലും രസകരമായുള്ള കാര്യം, ഇത് കൃത്യമായി ചെയ്യുന്ന ഒരു കുട്ടിക്ക് നല്ലൊരു ചാൻസ് ഉണ്ടാവും പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടാൻ. വേഴ്സസ് വെറുതെ മാർക്ക് വേണം എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ഒരു കുട്ടീനെ. അത് കോമൺ സെൻസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇത് വെറുതെ ഇങ്ങനെ വീഡിയോ കണ്ടിങ്ങനെ കൊള്ളാലോ എന്ന് പറഞ്ഞ് മനസ്സിൽ വെറുതെ വെക്കാനാണെങ്കിൽ ഒരു കാര്യമല്ല. നിങ്ങളുടെ ഈ സമയം വീഡിയോ എടുക്കാൻ എത്ര സമയം എടുത്തുണ്ടോ? 10-15 മിനിറ്റ് ഉണ്ടോ? അത് നിങ്ങളും വേസ്റ്റാക്കി, ഞാനും വേസ്റ്റാക്കി നടത്തും. പക്ഷേ ഇതിൽ ഓരോ കാര്യങ്ങൾ ചെറുതായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ, പഠന ജീവിതത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഈ രീതിയിൽ ചിന്തിച്ചു തുടങ്ങുകയാണെങ്കിൽ, പ്രോസസ് ബേസ്ഡ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങുകയാണെങ്കിൽ കൂടുതൽ സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യു വിൽ ബി മോർ ഹാപ്പിയർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.